ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വനില ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെപ്പോഴും പാലും ഷുഗറും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് അതിനേക്കാളൊക്കെ ഉപരി വേറെ ഒരു തരത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ ഒരു വാനില ഐസ്ക്രീം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റാണ്. ആദ്യം തന്നെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ അത് ഞാനെടുത്ത് ഒരു ബൗളിലേക്ക് ഇടുകയാണ് കേട്ടോ. ബൗളിലിട്ടിട്ട് ഞാനവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 1 കപ്പ് പാല് കാച്ചി അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന പാല് ഞാൻ അതിൽ നിന്നാണ് 1 കപ്പ് എടുത്തിട്ട് ഈ പാനിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ കോൺഫ്ലവർ ഇല്ലേ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ഞാനൊന്ന് നല്ലോണം അത് കലക്കിയെടുക്കുക കേട്ടോ. ഒരു കട്ടയൊന്നുമില്ലാതെ തീരെ നന്നായിട്ട് നമ്മളത് ഇളക്കിയെടുക്കണം. നമ്മൾ ഇളക്കുന്ന സമയം കൊണ്ട് പാല് നല്ലോണം ചൂടാവും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്ക് കേട്ടോ. പാല് നല്ലോണം കലക്കി, കട്ടയൊന്നും ഇല്ലാതെ ഞാൻ നല്ലോണം കലക്കി എന്നിട്ട് ഞാൻ പാലിലേക്ക് ഒഴിക്കുകയാണ്. ഇത് കാച്ചിയ പാല് തന്നെയാണ്. പിന്നെ നല്ലോണം ചൂടായിട്ടുമുണ്ട്. നമ്മൾ ഈ കോൺഫ്ലവർ ഇടുന്ന സമയത്ത് അത് വേഗം ഇങ്ങ് കട്ട പിടിക്കും കേട്ടോ. കുറച്ച് നേരം കൊണ്ടങ്ങ് അതങ്ങ് കട്ട പിടിക്കും. അത് മീൻസ് അതങ്ങ് തിക്ക് കൺസിസ്റ്റൻസി ആയി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ വേഗം അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ വേഗം അത് തിക്കാവും. കോൺഫ്ലവർ അല്ലേ. നല്ലോണം തിക്കായിട്ട് വരും കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീഡിയോ മിസ്സായിപ്പോയിട്ടോ. ഞാൻ ഇതിലേക്ക് ഞാൻ മിൽക്ക് പൗഡർ 1/2 കപ്പും ഷുഗർ 2 ടേബിൾ സ്പൂണും മിൽക്ക് മെയ്ഡ് 1/4 കപ്പും കുറച്ച് 1 പിഞ്ച് ഉപ്പും ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് അത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിരിക്കുന്നത്. പാൽ പൗഡറും ഷുഗറും മിൽക്ക് മെയ്ഡും എല്ലാം ഞാൻ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ അവസാനമായിട്ട് ഞാനിതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഞാൻ ഒഴിച്ചിട്ട് ഇപ്പോഴും സ്റ്റൗ സ്വിച്ച് ഓഫിൽ തന്നെ ഇരിക്കുകയാണ്. ആ ഉള്ള ചൂടിലേക്കാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഈ ഐറ്റംസ് എല്ലാം പാൽ പൗഡർ, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, ഉപ്പ്, പിന്നെ വാനില എസൻസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഞാനതങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് നമുക്ക് കുറച്ച് നേരം നമ്മളിത് തണുക്കാൻ വെക്കണം കേട്ടോ. ഇത് നല്ലോണം തണുക്കണം. ഇതെല്ലാം ഞാൻ സ്വിച്ച് ഓഫിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തണുക്കുന്ന നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം, ഏത് ഫ്ലേവർ വേണമെങ്കിലും ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. ഞാനിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് നമ്മൾ കേക്കിനൊക്കെ നമ്മൾ നല്ലോണം ബീറ്റർ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല തിക്കായിട്ട് കൊണ്ടുവരില്ലേ, അതേപോലെ നമ്മളിതിൽ കൊണ്ടുവരണം. നമ്മൾ തിക്കായിട്ട് വരണം വിപ്പിംഗ് ക്രീം. ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട, വെറും വിപ്പിംഗ് ക്രീം മാത്രമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ആ വിപ്പിംഗ് ക്രീം നല്ലോണം ഒരു 5 നിമിഷം നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് അതൊക്കെ നല്ലോണം അങ്ങ് തിക്കായിട്ട് വരും. നല്ല തിക്കായിട്ട് വന്ന് ഞാനത് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് വേഗം അത് ചൂടാറി കേട്ടോ. ഇത് ചൂടാറിയ നേരം കൊണ്ട് ഞാനിതിനെ നല്ലോണം അങ്ങ് അരിച്ചെടുക്കുവാണേ. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളത് കുറുക്കിയെടുത്തതല്ലേ. അതുകൊണ്ട് പിന്നെ നല്ലോണം അരിച്ചെടുക്കണം. ഈ അരിപ്പയിൽ വെച്ച് നല്ലോണം അരിച്ചെടുക്കുക.
കോൺഫ്ലവർ മിക്സും പാൽപ്പൊടിയുടെ ഒക്കെ ഇട്ടിരിക്കുന്ന മിക്സാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നത്. എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് ഷെയർ ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടണേ. ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറൊന്നും വേണ്ട, ഈ ഇത്രയും മാത്രം മതി. എപ്പോഴും ഉണ്ടാക്കുന്ന ഐസ്ക്രീം പോലെ അല്ല, ഇത് കുറച്ച് വേറെ മാതിരിയാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവരും. വിപ്പിംഗ് ക്രീം ഇടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയിട്ടാണ് വരിക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ വിപ്പിംഗ് ക്രീമും ഇപ്പം നമ്മൾ അരിച്ച് വെച്ചില്ലേ കോൺ മിക്സ്, അതും തമ്മിൽ ഇതും അതും തമ്മിൽ നല്ലോണം യോജിപ്പിക്കുക. നമ്മൾ കേക്കിൻ്റെ ഇതൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ആ വിപ്പിംഗ് ക്രീമിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കോൺ മിക്സ് നല്ലോണം നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. ഐസ്ക്രീമിന് വണില ഐസ്ക്രീം. നമ്മൾ പിന്നെ ഈ ഒരു ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ എടുത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും മാത്രം മതി. എന്നിട്ട് നമ്മളിത് ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് എടുത്താൽ മാത്രം മതി. പിന്നെ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ഇച്ചിരി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാഷ്യൂനട്ട് ഡ്രൈ ആയിട്ട് അത് ഞാൻ ഇടുകയാണ്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് നന്നായിട്ടുണ്ടാവും. അതിനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഒരു കണ്ടെയ്നറിലേക്ക് ഞാനിത് മാറ്റുകയാണ് കേട്ടോ. വനില എസൻസ്, നല്ലോണം ഇത് എടുത്തു കഴിഞ്ഞ ശേഷം നല്ലോണം ഈ പാത്രം ഒന്ന് നല്ലോണം ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം ഇങ്ങനെ തട്ടി എടുത്താൽ മതി. എന്നിട്ട് അത് ഒരു അതിൻ്റെ മൂടി വെച്ച് നല്ലോണം മൂടിയിട്ട് നമ്മളത് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി കേട്ടോ. ഓവർനൈറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് പിറ്റേ ദിവസം എടുക്കാം, നാളെ എടുക്കാം. ഞാനിപ്പോൾ അത് രാത്രി എടുക്കണേ, ഞാൻ നാളെ എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ പിറ്റേ ദിവസമായി. ഇപ്പം നേരത്തെ ഞാനൊരു ബ്രൗണിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ബ്രൗണി ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇതും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് മിക്സ് ചെയ്യണത്. അപ്പോൾ നോക്കി വാനില ഐസ്ക്രീം എങ്ങനെ വന്നിട്ടുണ്ടോ നോക്കി, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സ്കൂപ്പർ വെച്ച് ഞാനതങ്ങ് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ വെറൈറ്റി ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ വാനില ഐസ്ക്രീം എടുത്തു കഴിഞ്ഞ ശേഷം ആ ബ്രൗണിയിലേക്ക് ഇട്ട് ഇടുകയാണ്. ഈ ബ്രൗണി ഇതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. താങ്ക് യു വ്യൂവേഴ്സ്.